നമസ്കാരം. ഞാനൊരു കല്യാണ ചിത്രം കാണിക്കാം. ഇത് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം. ഇത് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക ഒരു സന്തോഷത്തോടെ സമാധാനത്തോടെ അവരുള്ള കാലം ജീവിക്കണം, ആ കുടുംബത്തിൽ ഐശ്വര്യക്ഷേമവും എല്ലാം ഉണ്ടാകണം എന്നൊക്കെയാണ്. ഒരു പ്രാർത്ഥനയും മംഗളാശംസകളും ഒക്കെയാണ് നമുക്ക് തോന്നുന്നത്. എന്നാൽ നമ്മൾ കുറച്ചു കാലം മുമ്പ് സോഷ്യൽ മീഡിയയിൽ അല്ല മറ്റ് മീഡിയകളിൽ അതുപോലെ ചാനലിലും ഒക്കെ വലിയ വാർത്ത വന്ന ഒരു വിഷയത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുകയാണ്. അതായത് ഡോക്ടർ അസ്നയുടെ വിവാഹ ചിത്രം കേവലം ഒരു മംഗളമുഹൂർത്തത്തിന്റെ ഓർമ്മപ്പെടുത്തലല്ല, അത് ചോര മരവിപ്പിക്കുന്ന ഒരു ഭൂതകാലത്തെ അതിജീവിച്ചിട്ടുള്ള പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും ഏറ്റവും വലിയ ഒരു നേർചിത്രം കൂടിയാണ്. ആ മനോഹരമായ പുഞ്ചിരിക്ക് പിന്നില് തകർന്നടിഞ്ഞ ഒരു ബാല്യമുണ്ട്, കണ്ണീരുണങ്ങാത്ത ഒരു കുടുംബത്തിന്റെ ദശകങ്ങൾ നീണ്ട പോരാട്ടമുണ്ട്. അതിലുപരിയായിട്ട് രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെയും അന്ധമായ മതഭ്രാന്തിന്റെയും പേരിൽ മനുഷ്യനെ പച്ചയായി കൊന്നുതള്ളുന്ന ആയുധ സംസ്കാരം ഉണ്ടല്ലോ, അതിന് നേരെ മാനവികത ഉയർത്തിപ്പിടിച്ച ഏറ്റവും ശക്തമായ പ്രതികാരത്തിന്റെ ഒരു കഥയുണ്ട്. നമ്മളൊരു കാര്യം ഓർക്കണം. ഇങ്ങ് കേരളത്തില് 10-26 വർഷം മുമ്പ് 2000 ആണ്ട് സെപ്റ്റംബർ 27 നടന്നിട്ടുള്ള ആ ദാരുണമായ സംഭവം, അത് നമ്മൾ ഇപ്പോഴാണ് അതൊന്ന് ഓർക്കേണ്ടത്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന, ലോകം എന്താണ് രാഷ്ട്രീയം എന്താണ് എന്നറിയാത്ത അസ്ന എന്ന 6 വയസ്സുകാരി അത് മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് അവിടേക്ക് ഒരു ബോംബെറിഞ്ഞു ഒരു നരാധമൻ. അധികാര കൊതിമൂത്ത അന്ധമായ രാഷ്ട്രീയ തിമിരവും വർഗീയതയും ബാധിച്ച ചില സാമൂഹ്യ ദ്രോഹികൾ എറിഞ്ഞിട്ടുള്ള മാരകമായ ആ ബോംബ് വന്നു പതിച്ചത് ആ കുഞ്ഞിന്റെ ആ കുഞ്ഞു കാലുകളിലാണ്. ആ പിഞ്ചുകാലം അവിടെ വെച്ച് ചിന്നി ചെതറിപ്പോയി. ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വേണം ചിന്തിക്കാൻ. നമുക്കൊക്കെ മക്കളുണ്ട്. നമുക്കിതിന്റെ ഭീകരത മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇത് കേൾക്കുന്നതല്ല, ഇത് കേൾക്കുമ്പോൾ അത് നമ്മുടെ മക്കൾക്കാണെന്ന് സങ്കല്പിക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല. അത് മനസ്സിലാക്കണം. അത്രയ്ക്ക് ഭീകരതയാണ്. ഒരിക്കലും ഈ പറയുന്ന ബോംബ് എറിയുന്ന ആ ഗുണ്ടകൾ പോലും, ആ തെമ്മാടിക്കൂട്ടങ്ങൾ പോലും, ഇതെറിഞ്ഞിട്ടുള്ള ആ ചെകുത്താൻ പോലും അവന്റെ മക്കളെടുത്ത് ഒരു ഉറുമ്പ് കടിക്കാൻ പോലും സമ്മതിക്കില്ല എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആ ഒരു ക്രൂരൻ ആ രീതിയിലുള്ള ക്രൂരത കാണിക്കുമ്പോൾ നമുക്ക് ഇത് പറയെങ്കിലും വേണം, ഇതിനെ ആവർത്തിക്കരുത്. അതിനുവേണ്ടിയാണ് സംസാരിക്കുന്നത്. അത്തരത്തിൽ നെഞ്ചു പിഴയുന്ന ഒരു ക്രൂരതയാണെന്ന് നടന്നത്. ഏതോ രാഷ്ട്രീയ പകപോക്കലിന് ഇരയാകേണ്ടി വന്നത് ഒരു നിരപരാധിയ ഒരു കുഞ്ഞാണ്. അവൾക്ക് നഷ്ടപ്പെട്ടത് അവളുടെ കാല് മാത്രമല്ല, ഓടിക്കളിക്കേണ്ടിയിരുന്ന ഒരു സുന്ദരമായ ബാല്യമാണ്, ആ ഒരു കുട്ടിക്കാലമാണ്. അവിടെയാണ് നന്മയുടെയും കരുണയുടെയും ഒക്കെ രാഷ്ട്രീയം എന്താണ് ഈ നാട് കണ്ടത്. ചോരയ്ക്ക് പകരം ചോര, ബോംബിന് പകരം ബോംബ്, ഇതൊക്കെയാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ അതല്ല സംഭവിച്ചത്. അസ്നയുടെ കുടുംബത്തോടൊപ്പം നിന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗം നൽകിയിട്ടുള്ള മറുപടി അത്തരം പാതകങ്ങൾ ചെയ്യുന്നത് മാനസിക വൈകല്യമുള്ള, സമൂഹത്തിന് ഒട്ടും ദഹിക്കാത്ത ക്രിമിനലുകളാണ്, നമുക്ക് ആ വഴി പോകേണ്ടതെന്നാണ്. അവർക്ക് തിരിച്ചു കൊടുക്കാവുന്ന ഏറ്റവും വലിയ തിരിച്ചടി അസ്നയെ ജീവനിലേക്ക്, ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന്, അവളെ വിജയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ഈ നരാധന്മാർക്ക് അതേ അസ്നയെ കൊണ്ട് കാരുണ്യം കൊടുക്കുക എന്നുള്ളതാണ്. അതായിരുന്നു അവരുടെ ലക്ഷ്യം. അത് ഇന്ന് സാധിക്കുന്ന ഒരു കാലത്തിലേക്കാണ് ഇപ്പോൾ വരുന്നത്. കൊലയാളികൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന സംസ്കാരത്തിന് ബദലായിട്ട് ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ചികിത്സയും വിദ്യാഭ്യാസവും നൽകി അവളുടെ സ്വപ്നങ്ങൾക്കൊപ്പം ഒരു വലിയ ജനവിഭാഗവും പാറ പോലെ ഉറച്ചു നിന്നു. ഈ അതിജീവനത്തിന്റെ വഴികള് ഈ പറയുന്നത് പോലെ അത്ര എളുപ്പമുള്ളൊന്നും ആയിരുന്നില്ല. ഈ കുരുന്നു മകളെ കിലോമീറ്ററുകൾ അപ്പുറമുള്ള സ്കൂളിൽ എത്തിക്കാൻ വേണ്ടി ആ അച്ഛൻ നാണുവിന് സ്വന്തം ചായക്കട പോലും ഉപേക്ഷിക്കേണ്ടി വന്നു. എന്നാൽ ഓരോ ഘട്ടത്തിലും ആ സ്നേഹത്തിന്റെ തണലൊരുക്കി കൂടെ നിൽക്കാൻ മനുഷ്യത്വമുള്ള കുറെ പേർ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം. ചെകുത്താന്മാർ മാത്രമല്ല, ഇപ്പുറത്ത് കുറെ മനുഷ്യന്മാരും ഉണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവൾക്ക് അഡ്മിഷൻ ലഭിച്ചപ്പോൾ കൃത്രിമക്കാൽ വെച്ചിട്ട് 3ാം നിലയിലെ ക്ലാസ് മുറിയിലേക്ക് നടന്നു കയറാൻ ബുദ്ധിമുട്ടിയ ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 36 ലക്ഷം രൂപ ചെലവഴിച്ച് ലിഫ്റ്റ് നിർമ്മിച്ച ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അതായത് കൊലയാളികൾക്ക് ജയിൽ മൊബൈൽ ഫോണും സുഖസൗകര്യങ്ങളും ബിരിയാണിയും ഒരുക്കുന്ന വികൃത ഭരണകൂടങ്ങളല്ല. അവർക്ക് ശമ്പളം കൂട്ടിക്കൊടുത്ത് അവർക്ക് സുഖമായി ജീവിക്കാൻ, അടിച്ചു പൊളിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കുടുംബത്തിലെ കുടുംബകാര്യം കൂടെ നോക്കാൻ വേണ്ടി ശമ്പളം കൂട്ടി കൊടുക്കുന്ന ഒരു രീതിയല്ല അവിടെ നടപ്പിലാക്കിയത്. ഇരയാക്കപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി വികസനം കൊണ്ടുവന്ന ആ കരുതലിനെയാണ് നമ്മൾ യഥാർത്ഥ രാഷ്ട്രീയം എന്ന് വിളിക്കേണ്ടത്. ചോരയും ബോംബ് കൊണ്ടുള്ള അക്രമ രാഷ്ട്രീയങ്ങൾ ഒരു നാടിനോ അല്ലെങ്കിൽ ഒരു വീടിനോ മനുഷ്യർക്കോ ഇന്നേ വരെ ഒരു ഉപകാരം ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഏത് കൊടിയുടെ പേരിൽ നടത്തിയാലും അക്രമത്തിന്റെ പാത സ്വീകരിക്കുന്നവൻ മനുഷ്യത്വമില്ലാത്ത മാനസിക രോഗികളായ ചെകുത്താന്മാർ മാത്രമാണ്. അത് കണ്ണൂരിലെയും കേരളത്തിലെയും രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കത് വളരെ വ്യക്തമായി മനസ്സിലാവും. ടി.പി. ചന്ദ്രശേഖരന്റെ, സുഹൈബിന്റെ, ശരത് ലാലിന്റെ, കൃപേഷിന്റെ ഒക്കെ ചോര വീണ മണ്ണിൽ നിന്ന് ഉയരുന്നത് ഒരൊറ്റ ചോദ്യം മാത്രമാണ്: ആർക്ക് വേണ്ടിയായിരുന്നു ഈ കൊലവിളികൾ? രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിരപരാധികളായിട്ടുള്ള എത്ര മനുഷ്യരാണ് ഈ ബോംബ് സംസ്കാരത്തിന്റെ ഇരകളായി ഇന്നും ജീവച്ഛവമായി കഴിഞ്ഞു പോകുന്നത്.
ക്യാമ്പസുകളിൽ ചോര ചിന്തിയ ധീരരായ വിദ്യാർത്ഥികളുടെ വിയോഗങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് ആയുധമെടുക്കുന്നവന്റെ മാനസിക വൈകല്യത്തെ മാത്രമാണ്. കുറെ അമ്മമാരുടെ കണ്ണീര്, കുറെ പെങ്ങന്മാരുടെ നിസ്സഹായാവസ്ഥ, അനാഥമാക്കപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങൾ, ഇതൊക്കെ മാത്രമാണ് ഓരോ ബോംബേറും ഓരോ രാഷ്ട്രീയ കൊലപാതകങ്ങളും ബാക്കി വെക്കുന്നത്. ബോംബ് നിർമ്മിക്കുന്നവനും അത് എറിയുന്നവനും സ്വന്തം കുടുംബത്തെ പോലും സ്നേഹിക്കാൻ അറിയാത്ത സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടേണ്ട സാമൂഹ്യ ദ്രോഹികളാണ്. ജീവിച്ചിരിക്കാൻ പോലും യോഗ്യതയില്ലാത്തവരാണവർ, ചെകുത്താന്മാരാണത്. അതിന് ഏത് കൊടിയുടെ കീഴിൽ നിൽക്കുന്നവരായാലും അവരെ സംരക്ഷിക്കുന്നവർ മൃഗങ്ങൾക്ക് പോലും ശാപമായിട്ടുള്ള ചെകുത്താന്റെ സന്തതികളാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മനുഷ്യത്വമുള്ള ഒരുപാട് പേരുടെ തണലിൽ അസ്ന വിജയിച്ചത് അവൾ ഒരു ഡോക്ടറായി മാറിയാണ്. സ്വന്തം നാട്ടിലെ ജനങ്ങളെ സേവിക്കാൻ തുടങ്ങിയ ആ നിമിഷം ആയുധം കയ്യിലേന്തിയ ഓരോ കൊലയാളിയുടെയും കരണത്തേറ്റ കനത്ത പ്രഹരമാണ്. ഒരൊറ്റ വെടിവെച്ച അല്ലെങ്കിൽ ഒറ്റ സ്ഫോടനമോ ഇല്ലാത്ത സ്നേഹവും കരുണയും കൊണ്ട് ഒരു കറുത്ത ബോംബ് സംസ്കാരത്തെ തിരുത്തി കുറിച്ച തിളക്കമാർന്ന ഒരു ചരിത്രമാണത്. അന്ന് ആ കുഞ്ഞിന് നേരെ ബോംബെറിഞ്ഞവൻ ഇന്ന് ഏത് കൊടിയുടെ തണലിൽ എവിടെ ഒളിച്ചിരുന്നാലും, ഏത് പാർട്ടി ഓഫീസുകളിൽ ഇരുന്നു കൊണ്ട് അണികൾക്ക് ക്ലാസ് എടുത്താലും ചരിത്രത്തിന്റെ വിചാരണ കോടതിയിൽ അവർ എന്നും കൊടും കുറ്റവാളികൾ മാത്രമായിരിക്കും. അധികാരവും അധികാരികളും ഒരുപക്ഷെ മാറാം, കൊടികൾ മാറിയെന്ന് വരാം, പക്ഷെ മനുഷ്യത്വമില്ലാത്തവന്റെ കൈകളിൽ എന്നും ചോരയുടെ ആ ഒരു കറ മാത്രമായിരിക്കും അവശേഷിക്കാമെന്ന് മനസ്സിലാക്കണം. ക്രൂരതയുടെ ഇരുണ്ട ഗർത്തത്തിൽ നിന്നും അതിജീവനത്തിന്റെ വെളിച്ചത്തിലേക്ക് മനുഷ്യസ്നേഹികളുടെ സഹായത്തോടെ നടന്നു കയറിയ ഡോക്ടർ അസ്ന ഇന്ന് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷാർജയിൽ എഞ്ചിനീയറായ നിഖിലുമായിട്ടുള്ള അവളുടെ വിവാഹം കേവലം 2 വ്യക്തികളുടെ ഒന്നുചേരൽ മാത്രമല്ല, മറിച്ച് വെറുപ്പിന്റെയും അക്രമത്തിന്റെയും രാഷ്ട്രീയത്തിനുമേൽ സ്നേഹവും മാനവികതയും നേടിയിട്ടുള്ള വൻ വിജയത്തിന്റെ ഒരു പ്രഖ്യാപനമാണ്. തോക്കുകൾക്ക്, ബോംബുകൾക്ക് ഇതൊക്കെ തകർക്കാൻ കഴിയാത്ത ഒന്നാണ് മനുഷ്യന്റെ ആത്മവിശ്വാസമെന്നും നന്മയുള്ള മനുഷ്യന്റെ കരുതലെന്നും തെളിയിച്ചിട്ടുള്ള ഡോക്ടർ അസ്നയ്ക്ക് നിഖിലിനും ഹൃദയം നിറഞ്ഞ മംഗളാശംസകൾ നൽകുകയാണ് മനസാക്ഷിയുള്ള കേരളത്തിന്റെ മക്കൾ. ഈ നാട് ഇനിയെങ്കിലും സ്നേഹത്തിന്റെയും വികസനത്തിന്റെയും പാതയിൽ മുന്നോട്ട് പോട്ടെ. ഒരുമയുടെ, സഹവർത്തിത്വത്തിന്റെ, സാഹോദര്യത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് പോട്ടെ. അക്രമത്തിന്റെ കറുത്ത കൈകൾ ഇനി ഒരിക്കലും ഒരു കുഞ്ഞിന്റെയും സ്വപ്നങ്ങളെ തല്ലിക്കെടുത്താതിരിക്കട്ടെ. ഒരു വീടും കണ്ണീരിലാകാതിരിക്കട്ടെ. Different angles. Don't forget to subscribe and support this channel.